മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് കോടതിയിൽ ഹാജരാകും. തുടർന്ന് ഉള്ള നടപടികളുടെ ഭാഗമായി ഇവർക്കെതിരെ കുറ്റം ചുമത്തിയേക്കും. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിൽ ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ ഹാജരാവുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ആജ്ഞ? മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിൽ 3 സഹോദരന്മാർ, അഗസ്റ്റിൻ സഹോദരന്മാരായിരുന്നു പ്രതികളായിരുന്നത്. അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി, തുടർ നടപടികളുമൊക്കെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ നമ്മളോടൊപ്പം ചേരുന്നു. ആജ്ഞ, ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് ഹാജരാക്കുകയല്ല. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിലാണ് ഈ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി കുറ്റം ചുമത്തുന്നത്. നേരത്തെ കുറ്റം ചുമത്തുന്നതിനെ 2 തവണ കേസ് പരിഗണിച്ചിരുന്നെങ്കിലും പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തെ തുടർന്നാണ് 3 പ്രതികൾക്കുമെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. തുടർന്നാണ് ഈ 2 പേർ, അതായത് കോടതിയിൽ ഹാജരായിരുന്നു. ഇതോടെ ഇവർക്കെതിരെ ആയിട്ടുള്ള ജാമ്യമില്ലാ വാറണ്ട് കോടതി പിൻവലിച്ചത്. തുടർന്ന് കേസിലെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തുന്ന നടപടി ഉള്ളത്. അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പാസ് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റു എന്നുള്ളതാണ് കേസ്. ഇതിൽ മരക്കമ്പനി ഉടമ തന്നെ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് എറണാകുളം അമ്പലമേട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇടയിൽ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശ്വാസവഞ്ചന കേസിലെ നിർണായക നടപടിയാണ് ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.